യൂട്യൂബ് വീഡിയോസ് മാത്രം കണ്ട് ഒരു റെസിൻ ക്ലോക്ക് ഉണ്ടാക്കിയതാണ്. എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 8 ഇഞ്ചസിൻ്റെ ബോർഡാണ് വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ നടുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഞാൻ കോമ്പസ് കൊണ്ടാണ് ഹോൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഹോളിൻ്റെ ഉള്ളിൽ എന്താ വെക്കേണ്ടതെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാനപ്പോൾ മോട്ടർ തന്നെ വെച്ച് കൊടുത്തു. അതിൻ്റെ കറക്റ്റ് അളവിലാണല്ലോ നമുക്ക് വേണ്ടത്. അത് വെച്ച് കൊടുത്തിട്ടാണ് അതിൻ്റെ മുകളിലാണ് റെസിൻ ചെയ്തത്. റെസിൻ്റെ ആ ബോട്ടിലിൽ കൊടുത്തിരിക്കുന്ന അതേ ഈ റേഷ്യോയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇത് 2:1 ആയിരുന്നു. അപ്പോൾ റെസിൻ്റെ പകുതി ഹാർഡ്നർ എടുത്തിട്ട് മിക്സ് ചെയ്യുക. 5 മിനിറ്റ് മിക്സ് ചെയ്ത ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നതിൽ കൊടുത്തിരുന്നു. അപ്പോൾ അതുപോലെയാണ് ചെയ്തത്. ഇത് ചെയ്ത ശേഷമാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ടാണ് ബോർഡിൽ കളറടിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഓഷ്യൻ മോഡലാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു ഡാർക്ക് ബ്ലൂ, പിന്നെ ഒരു ഓഷ്യൻ ബ്ലൂ, പിന്നെ സാൻഡ്, ഈ 3 കളറാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യം ഒരു ഡാർക്ക് ബ്ലൂ കളറ് കൊടുത്തു. അതിനുശേഷം ബ്ലൂ കളറും കൂടി മിക്സ് ചെയ്തു. എന്നിട്ട് അതിന് മുകളിലാണ് റെസിൻ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ റെസിൻ ഞാൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് പ്ലെയിനാക്കി വെച്ചു. റെസിനിൽ പക്ഷേ ഞാൻ ഡാർക്ക് ബ്ലൂക്ക് പകരം പർപ്പിളാണ് മിക്സ് ചെയ്തത്. അപ്പോൾ അതിൽ പർപ്പിൾ കളറാണ് വന്നത്. പിന്നെ കുഴപ്പമില്ല, എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ബാക്കി ചെയ്യാമെന്ന് ഓർത്ത് പിന്നെ പർപ്പിൾ തന്നെ ചെയ്തു. അപ്പോൾ പർപ്പിളും ബ്ലൂവും ആണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പർപ്പിൾ ഞാൻ മുകളിൽ ഒഴിച്ചു, അത് മിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ബ്ലൂ റെസിൻ ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗ്ലൗസ് എന്തായാലും യൂസ് ചെയ്യണം. ഞാൻ പിന്നെ യൂസ് ചെയ്തില്ല. നിങ്ങളെന്തായാലും അത് ചെയ്യുമ്പോൾ ഗ്ലൗസും മാസ്കും എന്തായാലും യൂസ് ചെയ്യണം. കയ്യിലായാൽ പിന്നെ പോകാൻ കുറച്ച് പണിയാണ്, അതുകൊണ്ട് ഗ്ലൗസ് യൂസ് ചെയ്യുക. ഇനി നമുക്ക് പ്ലെയിൻ റെസിൻ ഒഴിച്ച് കൊടുക്കാം. അത് പ്ലെയിൻ ഒഴിച്ചത് അവിടെ സാൻഡായിട്ടാണ്, അപ്പോൾ ബ്രൗൺ കളർ തന്നെ മതിയല്ലോ, അതുകൊണ്ടാണ് പ്ലെയിൻ റെസിൻ ഒഴിച്ച് കൊടുത്തത്. പിന്നീട് അവിടെ കുറച്ച് ഷെൽസൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ ഷെൽസൊക്കെ വെക്കും മുമ്പ് ഒരു കോട്ട് റെസിൻ ഒഴിച്ചിട്ട് വെക്കണതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ബബിൾസ് വരും. അപ്പോൾ ഇനി കയ്യിലുള്ള ചെറിയ ചെറിയ ഷെൽസൊക്കെ വെക്കാം. പിന്നെ അത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, താഴെ വെക്കുമ്പോൾ നമ്പർ വെക്കാനുള്ളതാണല്ലോ, അവിടെ 6 താഴെ വരേണ്ടതാണല്ലോ. അതുകൊണ്ട് ആ 6നുള്ള സ്ഥലം ഒഴിച്ച് വെച്ചിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് ഷെല്ല് വെക്കണം. ഇനി നമുക്ക് ഈ ഗോൾഡൻ കളറും ഉണ്ട്, സിൽവറും ഉണ്ട്. അപ്പോൾ ആദ്യം ഗോൾഡൻ എടുത്തിട്ട് കുറച്ച് റെസിനിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അത് ആ ഷെല്ലിൻ്റെ ഇടയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ ആ ബോർഡിൻ്റെ ചുറ്റും പിന്നെ താഴെയായിട്ട് ടേപ്പ് ഒട്ടിക്കണം. ഞാനത് ചെയ്തില്ലായിരുന്നു, അതുകൊണ്ട് കുറച്ച് പണിയായി. അത് ലീക്കാവുന്നുണ്ട്. പിന്നെ കുറച്ച് റെസിൻ സൈഡിൽ കൂടെയൊക്കെ പോവുകയും ചെയ്തു. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്കൊരു സ്ട്രോ കൊണ്ട് സൈഡിലൊക്കെ ഒന്ന് ആ ജോയിൻറ്റിലൊക്കെ ഒന്ന് ഊതി കൊടുക്കാം. അതൊന്ന് സ്പ്രെഡ് ആകാനാണേ. പിന്നെ ഞാൻ അത് നെക്സ്റ്റ് ഡേ ആണ് എടുക്കുന്നത്. നെക്സ്റ്റ് ഡേ എടുത്തപ്പോൾ ചില സ്ഥലങ്ങളിൽ ഒഴുകി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി സൈഡിൽ ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് റെസിനിൽ വൈറ്റ് കളർ മിക്സ് ചെയ്തിട്ട് ആ ജോയിൻറ്റിലൊക്കെ 2 കളർ കൂടുന്ന സ്ഥലത്തൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു വേവി ആയിട്ട് തിരമാലയില ഒരു പദവല വരില്ലേ, അതാണ്, അങ്ങനെ വരാനാണ് ഈ വൈറ്റ് കളർ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഊതി സ്ട്രോ കൊണ്ടൊന്ന് ഊതി കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ചൊരു ബ്ലൂ കളർ, ഡാർക്ക് ബ്ലൂ കളർ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് മുകളിൽ പർപ്പിളിന് പകരം കുറച്ചുകൂടി ഡാർക്ക് ഒരു ബ്ലൂ കളർ വേണമെന്ന് തോന്നി. അതുകൊണ്ട് കുറച്ച് ഡാർക്ക് ബ്ലൂ കളർ കൂടി മുകളിൽ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ എല്ലാ കളറും റെസിൻ ആണ് ഒഴിക്കുന്നത്. റെസിനിൽ കളർ മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. ഇനി പ്ലെയിൻ റെസിൻ എല്ലാത്തിനും മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ 2 ദിവസം എടുത്താണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ ടേപ്പ് ഒട്ടിക്കാതെ വെച്ചതുകൊണ്ട് കുറച്ച് താഴേക്ക് പോയി ഒലിച്ചു പോയി. അതുകൊണ്ടാണ് വീണ്ടും രണ്ടാമത് മുകളിലോട്ട് ഒഴിക്കേണ്ടി വരുന്നത്. ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ടേപ്പൊക്കെ മരിയൊക്കെ ഒട്ടിച്ച് ചെയ്താൽ ആദ്യം തന്നെ നമുക്ക് വേണ്ട കളേഴ്സ് ഒഴിച്ചു കൊടുത്ത് ഒറ്റ ദിവസം കൊണ്ട് അത് സെറ്റായി കിട്ടും. പിന്നീട് നെക്സ്റ്റ് ഡേ ആണ് വീണ്ടും ഇതെടുത്തത്. എന്നിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക്
അതിൻ്റെ പുറത്തൊക്കെ കുറച്ച് സ്പ്രെഡായതൊന്ന് സാൻഡ് പേപ്പർ കൊണ്ട് ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് ആ നമ്പേഴ്സ് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ എല്ലാ നമ്പറും വെക്കുന്നില്ല. മെയിൻ 12, 6, 3, 9 ഇത്രയും നമ്പറേ വെക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം താഴത്തെ 6 വെച്ച ശേഷം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് 12 വെക്കാൻ ഓർത്തു. ഈ നമ്പേഴ്സ് അതിൽ ഗമ്മുള്ളതുകൊണ്ട് വെക്കുമ്പോൾ തന്നെ ഒട്ടിയിരിക്കും. അതിനുശേഷം അതിൻ്റെ മുകളിൽ സ്റ്റിക്കർ വരച്ച് കളയണം. പിന്നെ ആ നീഡിലും കൂടി സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ക്ലോക്ക് റെഡിയാവും. അപ്പോൾ നമുക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ടേപ്പ് ഒട്ടിച്ചിട്ട് ചെയ്യാം. പിന്നെ ഗ്ലൗസ് യൂസ് ചെയ്യാം. പിന്നെ ബബിൾ സ്പ്രേ അല്ലെങ്കിൽ ലൈറ്റർ ഇട്ടൊക്കെ എന്തായാലും യൂസ് ചെയ്യണം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചെറിയ ബബിൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമ്മൾ റെസ്റ്റിന് ഒഴിച്ച ശേഷം മാറ്റി എവിടെയെങ്കിലും പൊടിയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഡസ്റ്റൊക്കെ വീണാൽ അതിൽ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് നല്ലതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ വേഗത്തിൽ നല്ല ഭംഗിക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.